എം പ്രകാശൻ മാസ്റ്റർ, താങ്കളിലേക്ക് തന്നെ എത്തുകയാണ്. ആരുണ്ട് ജനങ്ങളിലേക്ക് ഇറങ്ങാൻ എന്ന ചോദ്യമാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് ചോദിക്കുന്നത്. പക്ഷേ ഇന്ന് വൈകുന്നേരം കണ്ടു മറ്റാരുണ്ട് LDF അല്ലാതെ എന്നുള്ള ഒരു കാഴ്ച. അതാണോ മറുപടി? ഇതിനു മുമ്പ് ഇത്തരം ഒരു കാഴ്ച കണ്ടിട്ടില്ലാത്തത് കൊണ്ട് ചോദിക്കുകയാണ്. കേരളത്തിൽ ഇത്തവണ തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തിരഞ്ഞെടുപ്പ് വേദിയിൽ ഇറങ്ങുന്നത്. ഇന്ന് തന്നെ പ്രധാനപ്പെട്ട രണ്ട് പാർട്ടികൾ അവരുടെ സ്ഥാനാർത്ഥികളെയെല്ലാം പ്രഖ്യാപിച്ച് കഴിഞ്ഞു. ഇവിടെ അധികാരം പിടിക്കും എന്ന് പറഞ്ഞ് നടക്കുന്ന UDFന് അവരാദ്യം ജനുവരിയിൽ സ്ഥാനാർത്ഥി പട്ടിക കോൺഗ്രസ് പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞു. രണ്ടാം ഘട്ടം ഫെബ്രുവരിയിൽ പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ മാർച്ച് അവസാനം എത്തി നിൽക്കുമ്പോഴും അവരുടെ പടലപിടക്കങ്ങൾ അതുപോലെ തുടരുകയോ അല്ലെങ്കിൽ ഓരോ ദിവസം കഴിയുന്തോറും ശക്തിപ്പെടുകയോ ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയാണ് ഒരു മുന്നണിയെ അധികാരത്തിൽ കയറ്റേണ്ടത് എന്നുള്ള ചോദ്യം തെരഞ്ഞെടുപ്പ് രംഗത്ത് ജനങ്ങൾ മുഖ്യമായി പരിഗണിക്കുന്ന ചോദ്യമാണ്. ഇവിടെ കഴിഞ്ഞ 10 വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കേരളത്തിലുള്ള സമസ്ത മേഖലകളിൽ ഒരു മേഖല പോലും ഒഴിവാക്കാതെ സാധാരണക്ക് അനുകൂലമായിട്ടുള്ള ജനപക്ഷ നയങ്ങൾ നടപ്പിലാക്കി മുന്നോട്ടേക്ക് പോവുകയാണ്. ഗവൺമെൻറ് കൈവെക്കാത്ത ഏതെങ്കിലും ഒരു മേഖലകളില്ല. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മുന്നോട്ട് വെച്ച വാഗ്ദാനങ്ങളിൽ പ്രകടന പത്രികയിൽ എന്തെല്ലാം കാര്യങ്ങൾ നടപ്പാക്കപ്പെട്ടുവെന്ന് ഓരോ വർഷവും ജനങ്ങളോട് അക്കൗണ്ടബിലിറ്റി കാണിക്കുന്ന ഒരു ഗവൺമെൻറ് ഈ കേരളം ഭരിക്കുന്നത്. കേരളത്തിൻ്റെ സമീപകാല ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് വർഷങ്ങളിലേക്കുള്ള ഒരു വികസന പരിപ്രേക്ഷ്യം, കേരള വികസനം എന്ന പുതിയ കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ടേക്ക് വെക്കുന്നത്. സമസ്ത മേഖലകളിലും എന്താണ് കേരളം ആകാൻ ശ്രമിക്കുന്നത്, അതിനുവേണ്ടി സ്വീകരിക്കുന്ന വഴിയെന്താണ്, അതിനുവേണ്ടിയുള്ള ധനം എങ്ങനെയാണ് കണ്ടെത്തുക, ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ കണിശമായ ആസൂത്രണത്തോടെ കൃത്യമായ പരിപാടികളോടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിനെ 10 വർഷം പൂർത്തീകരിച്ച് വരുന്ന 5 വർഷക്കാലത്തേക്ക് ജനങ്ങളുടെ മാൻഡേറ്റ് തേടുകയാണ്. ഈ കഴിഞ്ഞ 10 കൊല്ലക്കാലം കൊണ്ട് കേരളം എങ്ങനെ മാറി എന്നുള്ളത് അനുഭവിക്കാത്ത ഒരൊറ്റ മലയാളിയില്ല. കേരളത്തിലെ LDFൻ്റെ ഗവൺമെൻറ് നടപ്പാക്കിയ ജനക്ഷേമകരമായ കാര്യങ്ങൾ അതിന് ഗുണഫലം അനുഭവിക്കാത്ത ഒരു കുഞ്ഞു പോലും ഏത് പാർട്ടിക്കാരാവട്ടെ ഈ കേരളത്തിൽ ജീവിച്ചിരിക്കുന്നില്ല. ഇത്തരമൊരു സാഹചര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് വരേണ്ടത് LDFൽ പെട്ട അതിന് അനുഭാവികളുടെ മാത്രം ആവശ്യമല്ല, കേരളീയരുടെ ആകെ ആവശ്യമാണ്, കേരളത്തിൽ ജീവിക്കുന്ന സമസ്ത ജനങ്ങളുടെയും ആവശ്യമാണ് എന്ന് അവർക്ക് കൃത്യമായി തിരിച്ചറിയാൻ വേണ്ടി കഴിയും. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാഥമിക പ്രവർത്തനം നടന്നു കഴിയുമ്പോൾ തന്നെ ഒരു കാര്യം പകൽ വിളിച്ച പോലെ വ്യക്തമാക്കുന്നത്, ഇന്നിപ്പോൾ സ്ഥാനാർത്ഥി പട്ടിക വന്നപ്പോൾ സ്ഥാനാർത്ഥികളെ ആനയിച്ചുകൊണ്ട് പ്രകടനം നടത്താൻ വേണ്ടിയിട്ട് ജനങ്ങൾ അഹമഹമിയ മുന്നോട്ടേക്ക് വന്ന ആവേശകരമായ കാഴ്ച അത് അടിവരയിട്ട് തെളിയിക്കുന്ന ഒന്നാണ്. എന്തുകൊണ്ട് LDFനല്ലാതെ കേരളത്തിലെ സാമാന്യ ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാവില്ല, മറ്റൊരു പാർട്ടിക്കും ആവില്ല എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ജനങ്ങൾ തിരിച്ചറിയുകയാണ്. അവർ പിന്നിട്ട 10 വർഷങ്ങൾക്ക് മുമ്പുള്ള കേരളത്തെ മറക്കാൻ ശ്രമിക്കുകയാണ്. കറണ്ടില്ലാത്ത കേരളം, കുട്ടികൾക്ക് പുസ്തകം കിട്ടാത്ത കേരളം, അതുപോലെ തന്നെ വലിയ നിലക്ക് പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നാനാവിഭാഗം ആളുകൾ, പെൻഷൻ കിട്ടാത്ത ആളുകൾ, സ്കൂളുകളിൽ അരക്ഷിതാവസ്ഥ, ആരോഗ്യമേഖല തകർന്നടിച്ച് കിടക്കുന്ന കാര്യം, ഇങ്ങനെ അത് വർഗീയ കലാപങ്ങൾ കൊണ്ട് മുഖരിതമായ അന്തരീക്ഷം, ഇതെല്ലാം ഈ പിന്നിട്ട് പോയ 10 കൊല്ലക്കാലം കൊണ്ട് കേരളത്തിലെ ജനങ്ങൾ മറക്കാൻ ശ്രമിക്കുകയാണ്. അത് തിരിച്ചു വരരുതേ എന്നവർ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് UDF ഉന്നയിച്ച കാര്യം നമ്മുടെ എല്ലാം ശ്രദ്ധയിലുണ്ട്. BJP ഇവിടെ 30 സീറ്റുകൾ കിട്ടിയാൽ ഞങ്ങൾ ഭരിക്കുമെന്ന് പറഞ്ഞ് മറ്റാരുമല്ല, BJPയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. ഞാൻ ഈ കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് BJP നേതാവിനെ നമുക്കൊന്ന് ഓർമ്മയുണ്ട്. UDF ആവട്ടെ ഏതെല്ലാം സ്ഥാനങ്ങൾ, ആരെല്ലാം മന്ത്രിമാരാവണം, അവർക്ക് ഏതെല്ലാം പാർട്ടികൾക്കാണ് മന്ത്രിസ്ഥാനം കിട്ടേണ്ടത്, ഈ കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം ഉൾപ്പെടെ വലിയ ചർച്ച നടത്തി തീരുമാനമെടുത്തതാണ്. എന്ന് മാത്രമല്ല, തെരഞ്ഞെടുപ്പിന് ഏതാണ് 1.5 കൊല്ലക്കാലം മുമ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ആക്രമിക്കാൻ, അതിൻ്റെ ക്യാപ്റ്റനെ ആക്രമിക്കാൻ, LDFനെ അപകീർത്തിപ്പെടുത്താൻ എന്തെന്തു കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സമ്പൂർണ്ണമായ പിന്തുണയോടെ ആ കാലത്ത് അരങ്ങേറി എന്നുള്ളത് നമ്മളെല്ലാം കാണുന്നതാണ്. കേരളത്തിൽ ഇത്രയേറെ അവമതിക്കപ്പെട്ട LDF തിരിച്ചു വരില്ല എന്നുള്ള നിലക്കാണ് മുഖ്യധാര പ്രതിപക്ഷങ്ങളെല്ലാം തന്നെ അന്ന് ആലോചിച്ചെങ്കിൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും ഏറെ വോട്ടുകൾ നേടിക്കൊണ്ട്, ഏറ്റവും ഏറെ സീറ്റുകൾ നേടിക്കൊണ്ടാണ് 2021 തെരഞ്ഞെടുപ്പിൽ LDFൻ്റെ ഗവൺമെൻറ് അധികാരമേറ്റത്. അതിനേക്കാൾ വർദ്ധമാനമായ വീര്യത്തോടെ പിന്തുണയോടെ LDFൻ്റെ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നതിനുള്ള എല്ലാ സാഹചര്യവും ഇന്ന് കേരളത്തിൽ ഒരുങ്ങിയിട്ടുണ്ട്. LDF അല്ലാതെ
മറ്റാർക്കും സാധ്യമല്ല എന്നുള്ള ഉത്തരത്തിലേക്ക് ഈ കേരളമാകെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇലക്ഷൻ പ്രഖ്യാപനത്തിന് ഈ ദിവസം കേരളത്തിൻ്റെ രാഷ്ട്രീയ ചിത്രത്തെ പരിശോധിക്കുന്ന ഏതൊരു രാഷ്ട്രീയ വിദ്യാർത്ഥിക്കും എത്തിച്ചേരാനാവുന്ന നിഗമനം.